ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 സ്പോട്ട് നമുക്ക് വരുന്നുണ്ട്. അത് കൊടൈക്കനാലിൽ വന്നിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റിയ 6-7 സ്പോട്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് കൊടൈക്കനാലിൽ കാണേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ ഹിഡൻ സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥാനം കൂടെ നമ്മളിതിൽ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ A to C, അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം അങ്ങനെ മാറി മാറി ഓടുന്നതിന് പകരം ഒറ്റ റൗണ്ടിൽ തന്നെ നമുക്ക് ഈ 6-7 സ്ഥലങ്ങളും ഒന്നിച്ച് കവർ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്ലാനും കൂടെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ബേസിൽ വരുന്ന ആ ഒരു സ്ഥലങ്ങളുടെ ഇതിൽ തന്നെ നിങ്ങൾ ഓർഡറായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ എക്സ്പെൻസും കുറയും, അതുപോലെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാൽ ടൗണിലാണിപ്പോൾ. ഇനി നമ്മൾ ജസ്റ്റ് നേരെ ഫുഡ് അടിക്കാൻ പോവുകയാണ്. അവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്പോട്ടായ നമ്മുടെ കൊടൈക്കനാൽ ലേക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം കൊടൈക്കനാൽ ലേക്ക് നമ്മുടെ ടൗണിൻ്റെ സെൻട്രൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പേസ്റ്ററി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയാണ്. ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കാണിച്ചുകൊണ്ട് തുടങ്ങും. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഡെയിലി ഫ്രഷ് ബ്രെഡ് പേസ്ട്രി കോർണർ എന്ന് പറഞ്ഞ കൊടൈക്കനാലിലെ ഷോപ്പാണ്. ഞാൻ കുറച്ച് അപ്പോഴേ പറഞ്ഞത്. കണ്ടില്ലേ, ബാക്കിൽ തിരക്ക് കണ്ടില്ലേ? അത്രയും തിരക്കാണ് ഇവിടെ. എപ്പോഴും 10:30-ക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുന്ന സമയം മുതൽ ഇവിടെ തിരക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബ്രെഡും സോഫ്റ്റ് ബ്രെഡാണ് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇവിടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളും കൂടെ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ, എത്രത്തോളമാണ്, ഓവർ റേറ്റഡ് ആണോ അല്ലോ എന്നുള്ളത് പറയാം കേട്ടോ. കാരണം മൈക്ക് അടുത്ത് സംസാരിക്കുന്നത് ഇവിടെ പാട്ടാണ്. ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നത് 2 ദിവസമായിട്ട് ഫുൾ പാട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മൈക്ക് ഇത്രയും അടുത്ത് സംസാരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി ഏകദേശം. നമ്മൾ വന്ന് വേറൊരു സ്ഥലം കണ്ട് വന്നായിരുന്നു കേട്ടോ. കാരണം ഇവിടെ സാധനം എത്താൻ വൈകി എന്ന് പറഞ്ഞപ്പോൾ, ബ്രെഡിൻ്റെയും പേസ്ട്രീൻ്റെ അവിടെ വൈകി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ സ്ഥലം പോയി വന്നതാണ്. പോയി വന്നപ്പോൾ ഏകദേശം 11:30 പക്ഷേ ഇവിടെ സാധനം വന്നിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ വൈകുന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് നോക്കി നമുക്ക് വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ ലേക്കിൽ എത്തിയിട്ടുണ്ട്. അതായത് ബോട്ട് ഹൗസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെഡൽ ഹൗസിന് 2 ആൾക്ക് 400 രൂപയാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ 200 റീഫണ്ട് തരും നമ്മൾ കഴിഞ്ഞ ശേഷം. അരമണിക്കൂറാണ്. അതുപോലെ 4 ആൾക്കാണെന്നുണ്ടെങ്കിൽ 600, തിരിച്ച് 300 തരും. 30 മിനിറ്റ്, എല്ലാം അരമണിക്കൂറാണ് കേട്ടോ. പിന്നെ 20 മിനിറ്റിന് നമ്മൾ റോബോട്ടിൽ പോവുകയാണെങ്കിൽ 6 ആൾക്ക് പോവാം. 500 രൂപയാണ് ചാർജ് തരുന്നത്. ആദ്യം 1000 കൊടുക്കണം, 500 റീഫണ്ട് തരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫസ്റ്റ് സ്പോട്ട് കൊടൈക്കനാൽ ലേക്കിലേക്ക് തന്നെ വരിക. ഇത് എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം നിർബന്ധമായിട്ടുള്ളത് തന്നെയാണ്. അത്രയും മോശമായിട്ടുള്ള ഒരു വ്യൂ നമ്മളിൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്പോട്ടായിട്ട് ലേക്കിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ ബോട്ട് ഹൗസും കാര്യങ്ങളൊക്കെ പോവുക, എൻജോയ് ചെയ്യുക. അവിടെ വിട്ടുപോയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹോഴ്സ് റൈഡിങ്, അതുപോലെ തന്നെ ഷൂട്ടിങ്, പിന്നെ സൈക്ലിങ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് അരമണിക്കൂർ ആ സമയങ്ങൾക്കൊക്കെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് എടുത്ത് സൈക്കിൾ ഔട്ടി തന്നെ ഇവിടെ മുഴുവനായിട്ട് കാണാം. ലേക്കിൻ്റെ മൊത്തം ഒരു റൗണ്ടിനെ നമുക്ക് അടിച്ചു വരാം കേട്ടോ. അപ്പം അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട്, കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത്. അടിപൊളി സ്പോട്ടാണ്. ഇതൊരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് ഈ കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്തല്ല, ശരിക്കും ഇച്ചിരി ഒന്ന് നല്ല തണുപ്പുണ്ട്, വെയിൽ നോക്കണ്ട. ഈ വെളിച്ചം ഇത്തിരി ഒന്ന് പോയി കുറച്ചൊന്ന് ഡിമ്മാവുന്ന സമയത്ത് ഇവിടെ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് തന്നെ കോട ഇറങ്ങും കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ സ്പോട്ട് എന്തായാലും വരിക കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചാർജ് വരുന്നത് 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. കുട്ടികൾക്കില്ല, ചാർജ് ഇല്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് സിമ്പിളായിട്ട് ഇവിടുന്ന് കുറച്ച് നടന്നൊക്കെ പോകട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു സെറ്റപ്പാണ്. ഇങ്ങനെ നമുക്ക് നടന്ന് ഇങ്ങനെ ആസ്വദിച്ച് പോവാം. ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ വരാൻ പറ്റിയൊരു സേഫായിട്ടുള്ള സ്പേസ് തന്നെയാണ്. അപ്പം ഇങ്ങോട്ടേക്ക് എന്തായാലും ഇറങ്ങാം കേട്ടോ. ഇതാ കാണാനുണ്ടോ, അത് കോടയും അതുപോലെ തന്നെ മേഘവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ക്യാമറയിൽ ഇത്രയും ക്ലാരിറ്റിയിൽ കാണുന്നതിനേക്കാളും രസമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോക്കേഴ്സ് വാക്കിലാണ്. അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ചോക്ലേറ്റ് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വാങ്ങുന്നതാണ്. അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ മരുന്നിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് അവർ തന്നു. സത്യം പറഞ്ഞാൽ വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊരു 3 പാർസൽ വാങ്ങിയത്. അപ്പോൾ കൂടുതൽ വാങ്ങാനുള്ള ഫണ്ട് ഇപ്പോൾ ഇല്ല. കാരണം ഇനി കറങ്ങാൻ ഒരുപാട് പരിപാടി ഉണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വാങ്ങിയാണ്. ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒരു 3 പാർസൽ മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പോൾ ഇവിടെ എമൗണ്ടും കാര്യങ്ങളും ഇനിയിപ്പോൾ ഒരു സീസൺ സമയത്ത് മാറും എങ്ങനെ നമുക്ക് അറിയാം. ഞാൻ റേറ്റ് പറയുന്നില്ല. എന്നാലും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വെർത്തായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. നമുക്ക് കിട്ടിയ എമൗണ്ട് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പോൾ സീസൺ ടൈമിൽ മാറാൻ ചാൻസ് ഉണ്ട്, കുറയും കൂടും എന്ത് വേണമെങ്കിലും ആവും. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ശരിയല്ല, അപ്പോൾ അവരുടെ ബിസിനസ് പോകും. അപ്പോൾ നമ്മളിതൊരു പെയ്ഡ് പ്രൊമോഷൻ രീതിക്ക് ചെയ്യുന്നതല്ല, ടേസ്റ്റ് കൊണ്ട് മാത്രം പിന്നെ ആളൊരു പെരുമാറ്റം കൊണ്ട് മാത്രം നമ്മളിത് ചെയ്യുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കടയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ഓക്കെ, താങ്ക് യു. ഇതാണ്ടില്ലേ കോക്കേഴ്സ് വാനിക്കിൻ്റെ മുന്നിലാണ്. ഇതാണ്ടാ ഞാൻ പറഞ്ഞ പോലെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങൾ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ വരും കേട്ടോ. അത് ചില സമയങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് കാണില്ല, നിങ്ങൾ കുറച്ചൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ അതുപോലെ നമുക്ക് കോട കാണാം. അപ്പോൾ ബെസ്റ്റ് സ്പോട്ടാണ്, എന്തായാലും വന്നോളാം. കാണാണ് അവിടെ ഒരു കാട്ടുപോത്തുണ്ട്, 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം ഉള്ളിലേക്ക് കയറിപ്പോയി. എത്രത്തോളം കാണാന്നുള്ള അറിയില്ല. പക്ഷെ നമ്മൾ ഈ വട്ടക്കനാൽ വാട്ടർഫാൾസിൽ പോകുന്ന റൂട്ടിലാണ്. നിങ്ങളിങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ കാണാം കേട്ടോ. അതാണ്ടോ നല്ല വമ്പൻ സീസണിൽ നിൽക്കുന്നുണ്ട് ഒരെണ്ണം. അപ്പോൾ നമ്മൾ 3ാമത് സ്പോട്ടായിട്ടുള്ള വട്ടക്കനാൽ വാട്ടർഫാൾസിൻ്റെ അടുത്താണുള്ളത്. ഇവിടെ തന്നെ ഒരു ഹിഡൻ വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് സർപ്രൈസ് ആണ്, ഇത് കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വട്ടക്കനാൽ വാട്ടർഫാൾസിൻ്റെ ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. നമുക്കിത് കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് നടന്നു വരുമ്പോൾ നോക്കണം, കാരണം വേരും കാര്യങ്ങളൊക്കെയാണ്, വീടാൻ ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടില്ലേ, അടിപൊളി. ഇപ്പം ഇത്തിരി വെള്ളം കുറവാണ്, എന്തായാലും ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി മഴയൊക്കെ പെയ്യും, അപ്പോൾ നല്ല വെള്ളമാവും. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ഇങ്ങനെ നല്ല വെള്ളമുള്ള സമയത്ത് ഇവിടെ ഇറങ്ങാൻ വിടില്ല, ഇവിടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരുണ്ടാകും, നമ്മളെ ഇറങ്ങാൻ വിടില്ല. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. ഒരുപാട് വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ ഇറങ്ങാം കേട്ടോ, ഇറങ്ങി കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ സ്പോട്ട്. നമ്മൾ ഇവിടുത്തെ സ്വന്തമൊക്കെയാണ്, വട്ടക്കനാൽ വാട്ടർഫാൾസിൻ്റെ ഓപ്പോസിറ്റ്. ഞാനിപ്പോൾ കാണിച്ചെന്നില്ലേ, ഇതിന് മുകളിലേക്ക് ഞങ്ങൾ ആദ്യം മുറി എടുത്ത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ അടിപൊളി വ്യൂ ആണ്, അവിടെയുള്ള ഒരു സ്പോട്ടാണ് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ. ഞാൻ കാണിച്ചു തരാം, അങ്ങനെ പറഞ്ഞുകൊണ്ടില്ലേ കഴിച്ചു പോകുന്നില്ല. കറക്റ്റ് 3 വർഷം മുമ്പ് ഞങ്ങളിവിടെ ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ അക്കൻ്റെ അടുത്ത് ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കിയതാണ്. இதை பிரஸ் பண்ணிட்டு உள்ள இருக்கிறது மட்டும் சாப்பிடணும். വെളിയിലേക്ക് സാപ്പിക്കൂടാ, லைட்டா கசப்பா இருக்கும். കസപ്പാ இருக்குமா? അപ്പോൾ അക്കത ഇത് അറുത്തിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിന് ഉള്ളിലുള്ളതാണ് കഴിക്കേണ്ടത്, പുറത്തുള്ളത് കഴിക്കരുത്, കശക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഒന്നിൻ്റെയും ടേസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണില്ല, ഒരു വെറൈറ്റി ആയിട്ട് വേറൊരു ടേസ്റ്റ്, ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെയാണത്. എന്തായാലും എങ്ങനെയുണ്ട് ടേസ്റ്റ്? അങ്ങനെയുണ്ട്. എന്താണ് പുളിയല്ലേ? പുളിയിൽ കുറച്ച് മധുരം, പ്രാവശ്യം മുട്ട് കഴിക്കണം, അതേ ടേസ്റ്റ്. ഇതാണ് വട്ടക്കനാൽ വാട്ടർഫാൾസ് നമ്മളിപ്പോൾ എടുത്തത്. നമ്മുടെ ഹിഡൻ വ്യൂ പോയിന്റ് വരുന്നത് ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമുക്കൊരു വഴിയുണ്ട്, ആ വഴിയുടെ മുകളിൽ കയറി പോകണം. വഴി കുറച്ച് പണിയാണ്, ഫാമിലീസായിട്ട് വരിക എന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങാൻ പറ്റുന്നവർ മാത്രം, ഫിസിക്കലി ഓക്കെ ആയിട്ടവർ മാത്രം കയറുക. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 4ാമത്തെ സ്പോട്ടായ ഡോൾഫിൻ ഹൗസിലാണ്. അപ്പോൾ ഇവിടത്തേക്കെന്ന് പറഞ്ഞാൽ നല്ല ഇറക്കമാണ്, അതേപോലെ തന്നെ കയറാനും ഇത്രയും പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇച്ചിരി പ്രായമായിട്ടുള്ളവരാണെങ്കിൽ വണ്ടിയിലോ അങ്ങനെ ഇരിക്കുന്നത് നല്ലത്, ഇറങ്ങാൻ ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യില്ല. ഇറങ്ങുന്ന വഴിയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇറങ്ങാൻ തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്, കയറുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് റിസ്ക് എടുത്ത് ഇറങ്ങാനും കയറാനുള്ളവർ മാത്രം ഇറങ്ങുക. ഫാമിലി ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തവർക്കൊക്കെ ഇറങ്ങാം, പ്രായമുള്ളവരെ ഞാൻ പ്രിഫർ ചെയ്യില്ല. ഞാനിപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു 1/2 കിലോമീറ്ററിനേക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ടാവും നമുക്ക് ഇതുപോലെ ഇറങ്ങാനായിട്ട്. പക്ഷെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുന്നത് നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റിലാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിന്റും ഒക്കെ ആയിട്ടോ. നമ്മൾ ഡോൾഫിൻ ഹൗസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ആ വ്യൂ പോയിന്റ്. നമുക്കിവിടെ വേണമെങ്കിൽ കുറച്ച് വന്നതിന് ശേഷം കുറച്ചിങ്ങനെ റെസ്റ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം. എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് ഡോൾഫിൻ ഹൗസിലേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ നമ്മൾ ഈ കണ്ട വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ചുകൂടെ നമുക്ക് ഇതേപോലെ ഇറങ്ങി വരാനുണ്ട്. കുറച്ച് അതേപോലത്തെ റോഡ് തന്നെയാണ്, ഓഫ് റോഡ് റോഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലുള്ള വ്യൂ പോയിൻ്റ് ആണ് ഇതാണല്ലേ, ബാക്കിൽ കാണാണ്ടില്ലേ, ഫുൾ മറ്റേ യൂക്കാലിപ്സ് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ. നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് അതുപോലെ തന്നെ ദേ ആ കാണാണ്ടില്ലേ, അതാണ് ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിന്റ്. നമുക്കിനി അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇതാണ് വ്യൂ പോയിന്റ് കേട്ടോ. ശരിക്കും നമുക്ക് ദേ ആ അറ്റം കണ്ടില്ലേ, ആ
അറ്റം ആ കാണുന്നതാണ്. അത് ഡോൾഫിൻ്റെ ഒരു തല പോലെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഡോൾഫിൻ ന്യൂസ് എന്നൊക്കെ പേര് വന്നെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ കണ്ടു തോന്നിയില്ലെങ്കിലും ഇതാണ് സംഭവം. എന്തായാലും നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. എന്തായാലും നമുക്ക് മസ്റ്റ് വിസിറ്റായിട്ട് കൊടൈക്കനാൽ വന്നാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വ്യൂ പോയിൻ്റൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. ഇതാ കാണുന്നുണ്ടില്ലേ, കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു വലിയ സിറ്റിയാണത്. തേനിയാണ് കേട്ടോ, അത് തേനിയാണ് ആ കാണുന്നത്. നമ്മൾ ഈ മുകളിൽ നിൽക്കുമ്പോൾ തേനിയുടെ ഒരു മുകളിലുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറം നമുക്ക് അലൗഡ് അല്ല. ആ ഒരു മാക്സിമം പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അലൗഡ് അല്ല കേട്ടോ. ഇവിടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരുണ്ട്, അവർ തിരിച്ച് കയറാൻ പറയും. കൂടുതൽ നമ്മളങ്ങനെ അറ്റത്തേക്ക് പോകുന്നത് നമുക്കും സേഫ് അല്ല കേട്ടോ. കാരണം താഴത്തേക്ക് ഒന്ന് കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പോൾ 5ാമത്തെ സ്പോട്ടായ ഗുണ കേവിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതങ്ങനെ പരിചയമില്ലാതിരിക്കില്ല, കാരണം ഓൾറെഡി ഹിറ്റാണെങ്കിലും വീണ്ടും സിനിമയോട് വന്ന് വീണ്ടും ഒന്നുകൂടെ ഹിറ്റായ സ്ഥലമാണ് ഗുണ കേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുരങ്ങന്മാരെ ഭയങ്കര ശല്യമാണ്. എന്തെങ്കിലും ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലോ ഭയങ്കര, കാരണം അവന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ വണ്ടിയുടെ ടാങ്ക് കവറിൽ വെച്ചിരുന്ന എൻ്റെ ഗ്ലൗസ് വരെ അവന്മാർ എടുത്തു. പക്ഷേ അവർക്ക് ഫുഡ് അല്ലാത്തതുകൊണ്ട് അവന്മാർ അവിടെ തന്നെ ഇട്ടു. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇതും കൊണ്ട് പോയാൽ അവന്മാർ ഇതവർ കൊണ്ടുപോയിട്ട് വലിയ കാര്യത്തോണ്ട് തിരിച്ചു വന്നു. പക്ഷേ ഫുഡോ കാര്യങ്ങളാണെങ്കിൽ അവർ തിരിച്ചു തരില്ല. പോരാത്തതിന് കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ മാന്തോ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ സൂക്ഷിക്കണം. ഇവിടെ തിരക്കില്ലെങ്കിലും ഈ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ. അത്യാവശ്യം യൂക്കാലിപ്സ് മരങ്ങളുടെയൊക്കെ ഇടയിലൂടെയാണ് നമുക്ക് ഗുണ കേവിലേക്ക് പോകേണ്ടത്. നമ്മൾ ബാക്കിൽ കാണുന്ന അതാണ് ശരിക്കും ഗുണ കേവ് വരുന്നത്. ആ വെയിലും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അവിടെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അല്ലാത്തവർ വന്നിട്ടുണ്ടാവും. സിനിമയിൽ ഈ ഭാഗങ്ങളൊക്കെയാണ് ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ എടുത്തിട്ട് പോകണത്? ട്രോപ്പിക് ആൻഡ് ജ്യൂസ് കണ്ടില്ലേ, ഇതൊക്കെ കേബിളാണ് കേട്ടോ. ഈ ഇതിൻ്റെ താഴെ ഇപ്പോൾ പുല്ലായിട്ടൊക്കെ മറിഞ്ഞ് കിടക്കുകയാണ്. ഇതിൻ്റെ താഴെയൊക്കെ കേബിളാണ്. ഈ കമ്പി ഇല്ലെങ്കിൽ ഇവിടെ എന്തായാലും കടത്തി വിടില്ല. ഇനി അതൊക്കെ കടത്തി വിടുകയാണെങ്കിൽ ഒരുപാടെണ്ണം പോയേനെ. കാണാണ്ടോ, ഇതൊക്കെ കേവാണ് കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് ഇവർ കമ്പിയൊക്കെ ഇട്ട് അടച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സിനിമയിലാണെങ്കിൽ തന്നെ ആ കാണുന്ന കമ്പി കണ്ടോ, അതിൻ്റെയൊക്കെ പുറകിലായിട്ടാണ് അവർ കടന്നു പോകുന്നത്. അതായത് അതിക്രമിച്ച് അവർ കിടക്കുകയാണ്. അതിനുള്ള പണിയുമാണ് അവർ വാങ്ങിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. അടിപൊളിയാണ്. വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടെയാണ്. കൊടൈക്കനാൽ വന്നിട്ട് ഇവിടെ ഗുണ കേവ് വരാതെ ആരും പോകാറില്ല. പോവരുത്, അത്രയും നല്ലൊരു സ്പോട്ടാണ്. പക്ഷേ നമ്മുടെ സേഫ്റ്റി മാനിക്കുക. അവർ തന്നിരിക്കുന്ന ഭാഗങ്ങളിൽ തന്നെ നിൽക്കുക. അതിന് മുകളിലേക്ക് നമ്മളൊന്നും ശ്രമിക്കരുത്. ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്, അത് വേറൊരു കാര്യം. നമ്മളിത് കടക്കാൻ വല്ലതും ശ്രമിക്കുകയാണെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകും. നല്ല അടിപൊളി ഫൈനും കിട്ടും, നല്ലൊരു കേസും കിട്ടും. അപ്പോൾ ആ പണിക്കൊന്നും ആരും നിൽക്കരുത് കേട്ടോ. ഇതിൻ്റെ പുറകിലാണ് ഈ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ കേവുകളാണ് കേട്ടോ. ശരിക്കും ഇതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ നമ്മുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ കണ്ട ചെറിയ ചെറിയ കേബിൾ കൂടെ അല്ല, ഇതിന് താഴേക്ക് പോകാന്നുണ്ടെങ്കിൽ വലിയ വലിയ കേബിളാണ്. എവിടെയാണ് ശരിക്കും കേബിൾ ഉള്ളതെന്ന് പോലും അറിയില്ല. സിനിമയിൽ തന്നെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഭീകരത എന്താണെന്നുള്ളത്. അപ്പോൾ സേഫ്റ്റി അതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതല്ലാതെ ആരും ഇവിടെ ഒന്നും ശ്രമിക്കരുത്. ഇവിടെ ഫോറസ്റ്റിലൊക്കെ നല്ല രീതിക്ക് ചെക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. പിന്നെ അവരുടെ കണ്ണ് വെട്ടിച്ച് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. നമ്മുടെ 6ാമത്തെ സ്പോട്ടായ പൈൻ ഫോറസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചെന്നില്ലേ, അപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ ഈ പൈൻ ഫോറസ്റ്റ്, ഈ പൈൻ മരങ്ങളുടെ ഒരു വലിയൊരു കൂട്ടം തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. പക്ഷേ ഇത് കൊടൈക്കനാലിൽ വലിയ പഞ്ഞൊന്നുമല്ല, എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഇതിനുള്ളിൽ എൻട്രിയും കാര്യങ്ങളൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ പോയി ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ എന്താ വെച്ചാൽ എടുക്കാം. നമ്മളെന്തായാലും ഉള്ളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഈ കാഴ്ച നമുക്ക് അത്ര പുതുമയുള്ളതല്ല. എന്നാലും നിങ്ങൾക്ക് അകത്ത് കയറി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാം. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. പക്ഷെ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കൊണ്ടും
വീണ്ടും കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കയറാത്തത്. എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. കാട്ടുപോത്തും കാട്ടുപോത്തിൻ്റെ കുഞ്ഞും അതുപോലെ തന്നെ ഒരു 2-3 ഉണ്ട് കേട്ടോ. അതായത് ആ ഭാഗത്തെ കാണുന്നുണ്ട് കാട്ടുപോത്തൊക്കെ. കാട്ടുപോത്ത് കുഞ്ഞും ഉണ്ട്. അതാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ അധികം കാണാറില്ല. ഇപ്പോൾ ഈ കൂട്ടത്തിൽ കുഞ്ഞും ഉണ്ട്. അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്ന ഭാഗത്താണ് കേട്ടോ അത് കണ്ടത്. ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ മെല്ലെ സമാധാനത്തിലൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മൊയർ പോയിന്റിലാണ്. നമ്മുടെ 7ാമത്തെ സ്പോട്ടായ മൊയർ പോയിന്റിലാണ് കേട്ടോ. നമ്മൾ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് മൊയർ പോയിന്റ് ഉള്ളത്. ഇവിടുന്ന് നേരെ നമ്മളിനി കൊടൈക്കനാൽ ടൗണിലേക്ക് പോകും. അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇർഫാനെ, അപ്പം നമ്മളിപ്പോൾ മൊയർ പോയിന്റിലാണ്. അപ്പം നമ്മുടെ ഈ 7 സ്ഥലം നമ്മൾ കാണിച്ചു കൊടുത്തു. പോരാഞ്ഞിട്ട് ഒരു ഹൈഡൻ സ്പോട്ട് കൂടെ നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താണ് മൊത്തത്തിൽ നമ്മളെ ട്രിപ്പിനെ കുറിച്ച്, വൺ ഡേ ട്രിപ്പിനെ കുറിച്ച് കൊടൈക്കനാൽ വിസിറ്റാണ്, എന്തായാലും പോയി കാണണം. ഓക്കെ. പിന്നെ ഡോൾഫിൻ ഹൗസ് ഒക്കെ അത്രയും ആരോഗ്യമുള്ളവർ മാത്രം പോയാൽ മതി. പ്രായ ആൾക്കാരൊന്നും അധികം പോകാണ്ടിരിക്കും. പ്രായമുള്ള ആൾക്കാരൊന്നല്ല, ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിരിക്കണം. കാരണം നമുക്ക് കയറി വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്. ഇറങ്ങി പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്, എന്നാലും കയറി വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടഫാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ബാക്കി നമുക്ക് 7 ദിവസത്തെ എല്ലാ സ്ഥലങ്ങളും മസ്റ്റ് വിസിറ്റ് ആണ്. പ്രത്യേകിച്ച് വട്ടക്കനാൽ. അതെ, ആ ഒരു ഭാഗത്ത് ആ വ്യൂ പോയിന്റും കാര്യങ്ങളും കോടയും കാര്യങ്ങളൊക്കെ അല്ലേ, ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വെക്കേഷൻ അടിപൊളിയാക്കുക. ഈ വീഡിയോ കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണിച്ച ഓർഡറിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൊടൈക്കനാൽ വന്നു. നമ്മൾ വൺ ഡേ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണിച്ചു തന്നു. 7 സ്പോട്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ 7 സ്പോട്ടും എന്തായാലും കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.